ഹലോ ഗൂസ്, ഇന്ന് ഒരു മണ്ടത്തരമായിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എവിടെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അമ്മ ഒരു റീല് കാണിച്ചിട്ട് ആ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. നേരെ ആ റീല് ഒറ്റ മൈൻഡ് ലൈലാമ്മച്ചിക്ക് അയച്ചു കൊടുത്തു. ലൈലാമ്മച്ചി കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് ആ സ്ഥലത്ത് പോകാനും വേറെ എവിടെയല്ല, കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തലയുള്ള ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ അമ്പലത്തിനെക്കാട്ടി ഉപരി പാറപ്പുറത്താണ് അമ്പലം ഇരിക്കുന്നത്. മൂലസ്ഥാനമുണ്ട്, അയ്യപ്പൻ, മെയിൻ വിഗ്രഹം അയ്യപ്പൻ, പാർവതി, ശിവൻ, അത് കഴിഞ്ഞിട്ട് ഗണപതി, മുരുകൻ, എല്ലാവരും ഉണ്ട് കേട്ടോ. അത് കുടുംബക്ഷേത്രമാണ്. അപ്പോൾ നല്ല രസമാണ്. അമ്പലം പാറപ്പുറത്തായതുകൊണ്ട് നല്ല വ്യൂ. അവിടെ വന്നിരുന്ന് നല്ല കാറ്റും. ഞങ്ങൾ പോയതൊരു സന്ധ്യ ആ ടൈമൊക്കെ ആയി, ദീപാരാധന ആ ടൈമിലാണ് ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് കയറുന്നത്. ഞങ്ങൾ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി, ഏകദേശം ഒരു 5 മണി 6:30 ആ ടൈമിൽ ഞങ്ങൾ അവിടെ എത്തി. സ്റ്റെപ്പ് കിടക്കുന്നുണ്ട്. ഇത് കുത്തപ്പിനാറിന് പടിയില്ലല്ലോ. എന്തോ ഒരു പടിക്കെട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 308 പടിക്കെട്ടുകൾ തന്നെ കാണും. ഞങ്ങൾ ഇപ്പം പാതി പടിക്കെട്ട് കയറിയേ പോയുള്ളൂ. പിന്നെ താഴെ റോഡിൽ നിന്ന് കയറുവാണെങ്കിൽ കറക്റ്റ് 308 പടിക്കെട്ടുകളിൽ കൂടുതൽ കാണും. ലൈലാമ്മച്ചി അക്കു ചേച്ചി എന്തൊക്കെയോ തള്ളിക്കൊണ്ട് വരുവാണ്, എന്താണെന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ശരണം വിളിച്ച് സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ മേള് വരെ കയറുമ്പോഴത്തേനും നമ്മുടെ അടപ്പൂരും ഒരു സ്റ്റെപ്പുകളാണ്. പക്ഷേ അവിടുത്തെ വ്യൂ കാണണമെന്നുള്ള ടെൻഡൻസിയിലാണ് നമ്മൾ. ഗൈസ്, നല്ല വ്യൂ, നല്ല ആംബിയൻസാ. നമ്മുടെ ടെമ്പിള് പകുതി കയറി. ഇനി 1 2 3 4 സ്റ്റെപ്പും കൂടെ ഉണ്ട്. വരുന്നോടി പൂര ഓട്ടം. ഏകദേശം നമ്മൾ അമ്പലത്തിൽ കയറാറായിട്ടുണ്ട്. 1 വ്യൂ ആട്ടോ ഗൈസ്, 1 വ്യൂ. പക്ഷെ നമ്മുടെ പദമുള്ളതും കേട്ടോ തോന്നുന്നു കാണിക്കാൻ നോക്കുമ്പോ. മേളിൽ ചെന്നങ്ങോട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കിളി പോകും. തൊഴുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളവിടുത്തെ ആംബിയൻസിൽ തന്നെ നിന്ന് നമ്മൾ മുഴുകിപ്പോകും കേട്ടോ. സെറ്റ് അമ്പലം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് എനിക്ക് ഫേവററ്റായിട്ട് തോന്നിയൊരു പ്ലേസ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാമ ഫീലായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം അവിടെ കിട്ടിയെന്ന് വെച്ചാൽ ദീപാരാധന ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ വിളക്ക് തെളിയിക്കാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യം പോലെയാണ് കാണുന്നത്. അങ്ങനെ ഞാൻ തൊഴുവാണ്. അപ്പം നിങ്ങളെ കാണിക്കാനൊന്നുമല്ല, എന്നാലും ഞാൻ ഇന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ മണി കെട്ടും കേട്ടോ. കാട്ടിൽ മേക്കതിൽ കഴിഞ്ഞ് ഇവിടെ ആട്ടോ പിന്നെ മണി കെട്ടുന്ന ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് മണി കെട്ടിക്കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുമെന്നാണ്. 7 മണി കെട്ടിയിട്ട് പിന്നെ കരിക്കുടയ്ക്കണമെന്നാണ്. 7 മണി എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് വെച്ചാൽ 7 ആഴ്ച അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ 7 ദിവസം തുടർച്ചയായി കെട്ടിയിട്ട് മൂലസ്ഥാനത്ത് കരിക്കുടയ്ക്കണം കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചപ്പോഴത്തേനും എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, മണ്ഡലകാലമാകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ താഴെ അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി വിളക്ക് കത്തിക്കുന്നതൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കൈയൊക്കെ നൈസായിട്ട് പൊള്ളി. ലൈലാമ്മച്ചി നല്ല പ്രാർത്ഥനയോടെ അവിടെ നിന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ, വിഗ്രഹങ്ങളൊന്നും വീഡിയോ എടുക്കരുത്. ഞാൻ മാക്സിമം വിഗ്രഹങ്ങൾ കിട്ടാതെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്ത് കയ്യിലുണ്ട്. പക്ഷേ ഞാൻ വിഗ്രഹങ്ങളൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാ. അങ്ങനെ ഇവിടെ സ്റ്റെപ്പിൽ ഫുള്ള് മണി കെട്ടിയിട്ടേക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഫുൾ ആംബിയൻസ്, നല്ല രസം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൽ പോയപ്പം. ഡൗൺ ആയിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് പോസിറ്റീവായി, ഭയങ്കരമായിട്ട് ഓണായി. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് തൊഴാൻ വന്ന്. അവിടെ ഭുവനേശ്വരി ദേവിയും മറ്റു ഉപദൈവങ്ങളും ഉണ്ട് കേട്ടോ. ഷിയമ്മ, സർപ്പക്കാവ്. പിന്നെ ഞാൻ വിട്ടുപോയൊരു കേസാണ് ഈ ബുക്കിൻ്റെ കാര്യം. ഞാൻ പറയാൻ വിട്ടുപോയ കേസാണ് ഈ ബുക്കിൻ്റെ കാര്യം. പ്രദക്ഷിണം എന്നാണ് ബുക്കിൻ്റെ പേര്. കൊട്ടാരക്കര ലൊക്കാലിറ്റിയിലുള്ള എല്ലാ അമ്പലങ്ങളുടെ ഐതിഹ്യം ഈ ബുക്കിലുണ്ട്. 200 രൂപയേ ഉള്ളൂ വില. എന്തായാലും അമ്പലം വിസിറ്റ് ചെയ്യുന്നെങ്കിൽ മേടിക്കാൻ മറക്കണ്ട. ഇത് റിലാക്സ് കിട്ടുന്നുണ്ടില്ലേ?
നല്ല റിലാക്സേഷൻ ഉണ്ട്. അത് മാത്രമല്ല തൊഴുന്നതിനെക്കാട്ടി കൂടുതൽ ഇവിടെ നല്ല വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് വെച്ചാൽ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വ്യൂ, നല്ല രസമുണ്ട്. ഇത് പറയണോ എനിക്കറിയത്തില്ല. അതേ നോക്ക്, ഇത്രയും പാറയുടെ ടോപ്പില് ഞാൻ അവിടെ എല്ലാം തൊഴുത് കുറച്ച് നേരം ഇരുന്ന് നല്ല മനസ്സ് റിലാക്സ് ആയി, ഭയങ്കരമായിട്ട് റിലാക്സ് ആയി. പിന്നെ താഴെ നല്ല വെട്ടോ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല രസം കേട്ടോ കാണാൻ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് ഇറങ്ങി. ഷൊട്ടയുടെ ഈ ഫോൺ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ കുറച്ചെടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവൾ വീഡിയോ എടുത്തു തന്നു. എന്നെ ചെയ്യാനാന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ജാടയൊക്കെ കാണിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോൾ അവിടെ വെള്ളം വെച്ച് എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല രസം അത് കാണാൻ. നേരെ അതിൻ്റെ കീഴിലോട്ട് വെച്ച് പിടിച്ച്. ഗൈസ്, ഇത് അമ്പലമാണോ അതോ പാർക്കാണോ ഒന്നും എനിക്കറിയത്തില്ല. ഇത് നോക്കിക്കേ നിങ്ങൾ, നോക്ക് മക്കളെ നോക്കി. ഗോൾഡ് വെച്ച് തപ്പുന്നില്ല പിടിച്ച്. കുറച്ച് മീനെയൊക്കെ അവർക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്മെല്ലുണ്ട് വെള്ളത്തിന്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ചേട്ടൻ ബേബി ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മണ്ടത്തരം കൊണ്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും.